ചില സ്വപ്നങ്ങൾ പാഠപുസ്തകത്തിലെ ചിത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഒരു നാൾ അവ നമ്മളെ തന്നെ തേടി വരും. സ്കൂൾ പാഠപുസ്തകത്തിൽ ആദ്യമായി കണ്ട ആ പേര് കാഞ്ചൻജംഗ. അന്നതൊരു വെറും ചിത്രം മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് ആ ചിത്രം എൻ്റെ മുന്നിൽ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. ബോർഡറിലെ ഡ്യൂട്ടിക്കിടയിൽ കിട്ടിയ ഒരു ചെറിയ ഇടവേള. പക്ഷേ ആ ഒരു ദിവസം ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കാനുള്ള മനോഹരമായൊരു അനുഭവമായി മാറുമെന്ന് അന്ന് കരുതിയില്ല. പുലർച്ചെ 3 മണിക്ക് യാത്ര തുടങ്ങി. ലക്ഷ്യം ടൈഗർ ഹിൽ. ഇരുട്ടിനെ കീറിമുറിച്ച് മുന്നേറുന്ന പാതകൾ, തണുത്തുവിറങ്ങലിച്ച കാറ്റ്, ഓരോ വളവും ഒരു പുതിയ പ്രതീക്ഷയായിരുന്നു. ഒടുവിൽ ടൈഗർ ഹില്ലിന്റെ മുകളിലെത്തി. അവിടെ കണ്ട കാഴ്ച വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്തത്ര അവിശ്വസനീയമായിരുന്നു. ഒരു വശത്ത് സൂര്യൻ പതിയെ ഭൂമിയെ ഉണർത്താൻ തുടങ്ങുന്നു. മറുവശത്ത് ആദ്യ സൂര്യകിരണങ്ങൾ തട്ടിയപ്പോൾ മഞ്ഞുപുതച്ച ഹിമാലയൻ പർവ്വതനിരകൾ സ്വർണ്ണനിറത്തിൽ തിളങ്ങാൻ തുടങ്ങി. ആ നിമിഷം സമയം പോലും അവിടെ നിശ്ചലമായതുപോലെ തോന്നി. കണ്ണുകൾ കൊണ്ട് കണ്ടാലും മതിയാകാത്ത സൗന്ദര്യം. ആ നിമിഷങ്ങൾ ക്യാമറയിലും പകർത്തിവെച്ചു. ചുറ്റും നിന്നിരുന്നവർ ബൈനോക്കുലറിലൂടെ ദൂരെയുള്ള പർവ്വത ശിഖരങ്ങളെ അത്ഭുതത്തോടെ നോക്കുകയാണ്. പക്ഷേ എന്റെ ഉള്ളിൽ തോന്നിയത് ഒന്നു മാത്രം. പുസ്തകത്തിൽ കണ്ട ഒരു ചിത്രം ഇന്നെന്റെ കണ്ണുകൾക്ക് മുന്നിൽ ജീവനോടെ നിൽക്കുന്നു. അവിടെ നിന്ന് യാത്ര വീണ്ടും തുടർന്നു. വഴിമധ്യേ ഒരു ചെറിയ ചായക്കട. തണുപ്പിൽ വിറയ്ക്കുമ്പോൾ ലഭിച്ച ആ ചൂട് ചായ, അതിന്റെ രുചി യാത്രയുടെ സന്തോഷം ഒന്നുകൂടി ഇരട്ടിയാക്കി. അതിനുശേഷം പച്ചപുതച്ച തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ കുറച്ചുനേരം. അവിടുത്തെ നിശബ്ദത, കാറ്റിന്റെ മർമ്മരം, പച്ചപ്പിന്റെ വശ്യത, ഒന്നും പറയാതെ തന്നെ മനസ്സിനെ ശാന്തമാക്കുന്ന അനുഭവം. ചില യാത്രകൾ ദൂരം അളക്കാൻ വേണ്ടിയല്ല, മനസ്സ് നിറയ്ക്കാൻ വേണ്ടിയാണ്. തിരിച്ചുള്ള യാത്രയും തുടങ്ങി. പക്ഷെ മടങ്ങിയത് ശരീരം മാത്രമായിരുന്നു. മനസ്സിന്റെ ഒരു ഭാഗം ഇന്നും ആ മഞ്ഞുമലകൾക്കിടയിലും, ആ തണുത്ത കാറ്റിലും, ആ ആദ്യ സൂര്യകിരണത്തിനൊപ്പവും തന്നെയാണ്. കാരണം ചില കാഴ്ചകൾ ക്യാമറയിൽ മാത്രം പതിയില്ല. അവ ജീവിതകാലം മുഴുവൻ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കും.